നമ്മളെ ചോദിക്കാൻ ആരുമില്ല. നമ്മൾ ഈ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിപ്പോയി അല്ലേ? ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോയിൽ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. വോയിസ് ഒരു കുഞ്ഞ് മോട്ടിവേഷനാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഇപ്പം നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ നമ്മുടെ പണികൾ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, കുട്ടികളുടെ സ്നാക്സ്, പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഓരോരോ സമയത്ത് കുറേ പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ രാവിലത്തെ പണി കഴിയുമ്പോഴേക്ക് കുറേ പാത്രം വരും, ഉച്ചയുടെ കഴിയുമ്പോൾ പിന്നെ വരും, പിന്നെ വൈകുന്നേരം, രാത്രി, ഇതൊക്കെ നമ്മൾ കഴുകാതെ അതേപോലെ ഇപ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുമോ? നമുക്കൊരു വൃത്തി തോന്നില്ല. നമുക്ക് അത് കുറേ ഉള്ള പാത്രങ്ങൾ കഴുകാനൊരു മനസ്സും വരത്തില്ല. പിന്നെ നമുക്കൊരു വല്ലാതെ തോന്നും, ഓ ഇത്ര പാത്രങ്ങളുണ്ട്, ഇത് ഞാൻ എപ്പോൾ ചെയ്യും? അതേപോലെ തന്നെ തുണികളൊക്കെ നമ്മൾ കഴുകാൻ വേണ്ടി ഇങ്ങനെ വെച്ച്, അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞിട്ട് മടക്കാൻ വയ്ക്കുന്നത് നമ്മളെല്ലായിടത്തും കട്ടിലിലോ കസേരയിലോ അങ്ങനെ എടുത്ത് ഡെയിലി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കുറേ തുണികൾ കൂടും. അത് കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ താല്പര്യം തോന്നുമോ? നമുക്കൊരു മടി വരും. അയ്യോ ഇന്ന് വേണ്ട, നാളെ അത് നാളെ ആകുമ്പോൾ അത് കൂടി പോകും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ വീട്ടുകാരായിട്ടല്ലായിരിക്കും വിഷമം, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഡിപ്രസ് ആവാനോ അല്ലെങ്കിൽ വിഷമം വരാനോ, അല്ലെങ്കിൽ നമ്മളൊരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. നമുക്ക് ആ സമയത്ത് എന്താ പറഞ്ഞാൽ, നമുക്ക് ആരോടും സംസാരിക്കാൻ തോന്നിയില്ല, ആരോടും മിണ്ടണമെന്ന് തോന്നിയില്ല, നമുക്ക് ഒന്നും ചെയ്യാനൊരു താല്പര്യം തോന്നിയില്ല. പക്ഷെ ആരെങ്കിലും പറയും, ഓ ഇതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക, ഇതെന്താ നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്, ഒന്ന് ചാടി വാ, അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് പാട്ട് അതിനൊന്നും നമുക്ക് താല്പര്യം വരില്ല. കാരണം ആ ഒരു സമയം നമ്മുടെ മൈൻഡ് മുഴുവനും സ്റ്റക്കായി കിടക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിനും ഒരു താല്പര്യമില്ല. നമുക്ക് ചോറ് കറി ഉണ്ടാക്കാൻ തോന്നില്ല, മിണ്ടാൻ തോന്നില്ല, വർത്തമാനം പറയാൻ തോന്നില്ല. നമുക്ക് അങ്ങനെ തന്നെ റൂമിൽ തന്നെ ഇരിക്കണം തോന്നും, നമുക്ക് വിഷമം വരും, നമ്മൾ ചിലപ്പോൾ ഉറക്കെ കരയും. പക്ഷേ ഇതൊക്കെ കാണാനോ കേൾക്കാനോ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ മാത്രമായിരിക്കും ആ റൂമിൽ ഒതുങ്ങി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഹാൻഡ് ബാഗ് എടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങുക. അപ്പോൾ മൊബൈലും കൂടി എടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങുക. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾക്ക് നടക്കാൻ വേറെ എവിടെയും പോകാനില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചുറ്റും തന്നെ ഇവിടുന്ന് കട വരെ പോയിട്ട് കടയിൽ നിന്ന് തിരിച്ച് വരാം, ഒരു 10 മിനിറ്റ്. അങ്ങനെ നമ്മൾ റോഡിൽ ഒരു 15 മിനിറ്റ് വാക്ക് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിപ്രഷൻ മൂഡ് ഒന്ന് മാറ്റിയെടുക്കാനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ചെറിയ കാര്യം പോലെയാണ് തോന്നുന്നത്. പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാരുടെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ചിലപ്പോൾ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. കാരണം അവർ ചിലപ്പോൾ ന്യൂസിൽ കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നതായിരിക്കും, അവർക്കൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആൾക്കേ അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു മാറ്റം നമുക്ക്, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഈ വീഡിയോ കണ്ടെങ്കിലും ഒരു ചെറിയ മാറ്റം പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചില വൈറ്റമിൻസ് ഡെഫിഷ്യൻസി കാരണവും ഉണ്ടാവും. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ ഇടയ്ക്ക് തന്നെ നിങ്ങൾ കുറേ യൂട്യൂബ് ചാനലിലും കണ്ടാണ് ഒത്തിരി പേര് ഈ ഒരു കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം അവർ പബ്ലിക്കായിട്ട് പറഞ്ഞ് ഇങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ വളരെ നല്ലതാണ്. ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു മാറ്റം വരും, 100% നല്ലൊരു മാറ്റം വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇതേ ഒരു സമയത്ത് നമുക്ക് മൂഡ് ഓഫ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് നമുക്ക് വീട്ടിൻ്റെ പുറത്ത് ഒരു 15 മിനിറ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് വരാം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോയി ചെന്ന് കഴിച്ചിട്ട് വരാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചെന്ന് ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സ്കൂളിൽ പോയി ചെന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വരാം. അല്ലെങ്കിൽ വെറുതെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി ചെന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിലോ അങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അവിടെ നിന്നൊന്ന് ഡൈവേർട്ടാവും. അത് മാത്രമല്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പിന്നെയും നമ്മൾ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെറിയ മാറ്റം ഉണ്ടാവും.
അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രയാസം തോന്നുന്നത്. അത് വേറൊരാളോട് പറയുമ്പോൾ അവർ പറയും, ഓ വീട്ടിൽ എന്തോ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചോറും കറി ഉണ്ടാക്കിയാൽ പോരെയെന്ന്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന വീട്ടിൽ ഇരുന്ന് അത് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് വലിച്ച് നമ്മൾ തന്നെ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നല്ല നീറ്റായിട്ട് കുളിച്ച് റെഡിയായി വന്ന് നെയിൽ പോളിഷൊക്കെ ഇട്ട് ഒന്ന് റെഡിയായിട്ട് നമ്മളെ കണ്ണാടി നോക്കുക. കണ്ണാടി നോക്കി നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക. നമുക്ക് കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ കണ്ണാടി നോക്കി സംസാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറേ ആശ്വാസം കിട്ടും. അതുകൊണ്ട് ഒരിക്കലും ഒതുങ്ങിക്കൂടി ഇരിക്കാതെ യൂട്യൂബിൽ തന്നെ വെറുതെ വീഡിയോ നോക്കാതെ തന്നെ വീഡിയോ നോക്കിക്കൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കണം. അപ്പോൾ ടൈം വേസ്റ്റ് ആവത്തുമില്ല. അതേപോലെ തന്നെ വിഷമങ്ങൾ കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നേ പോയി ചെന്ന് നിങ്ങൾ തന്നെ സംസാരിക്കുക. എഴുതി വെക്കുക ഡയറിയിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ലാസ്റ്റ് കത്തിച്ച് കളയോ കീറിക്കളയാം. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളൊരു ഡയറിയിൽ എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 99% വിഷമങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് അടിപൊളിയായ വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ഇച്ചിരി ദിവസം വീഡിയോ ഇല്ലായിരുന്നു, ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആരും എന്നെ ചോദിച്ചില്ലല്ലോ. സാരമില്ല, ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ കണ്ടുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, നന്നായിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വാക്കിംഗ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.